ലെഫ്റ്റ് ഒറ്റയ്ക്കാണ് അപ്പോഴും ഇപ്പോഴും. ഞങ്ങൾക്കിതിലെല്ലാം തന്നെ വളരെ കൃത്യമായ ക്ലാരിറ്റിയുള്ളൊരു നിലപാടുണ്ട്. ആ ക്ലാരിറ്റിയുള്ള നിലപാട് ഞങ്ങളെല്ലാ കാലം ഉയർത്തിപ്പിടിക്കും. അത് വോട്ടിനെ സ്വാധീനിക്കുമോ എന്നൊന്നും തന്നെ നോക്കി നിൽക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. എന്തെല്ലാം നുണകൾ, അതിനെയെല്ലാം ചെറുത്തു നിൽക്കാൻ ശക്തമായൊരു രാഷ്ട്രീയ ശക്തിയായി കേരളത്തിലെ ഇടതുപക്ഷം ഉണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ ആ അപകടത്തെ തിരിച്ചറിയുകയും അത് പരസ്യമായി പറയുകയും ഞങ്ങൾ അതിന് കോപ്പ് കൂട്ടുകയും ചെയ്ത് ഞങ്ങൾ കളത്തിലിറങ്ങി ഇതെല്ലാം ചെയ്തിട്ടാണ്. ഇവരുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ വരുന്ന ഏതിലൂടെയാണ്? ടെലിവിഷനിലൂടെ. ഈ ടെലിവിഷനെ ഒരു കാലത്ത് എതിർത്തതാണ് ഇവർ. ഈ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ പെട്ടിയാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്നില്ലേ? ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP ആണ് എനിക്കൊപ്പം. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം RSSന്റെ സർക്കാരോ ദത്താത്രേയ യോസഫയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും ഒന്നും അത്യാവശ്യമായ അനിവാര്യമായ ഒരു ഘടകമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു അധ്യാപകൻ്റെ പോസ്റ്റ് ഉണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റ്. ഇവിടെ സുംബയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് എങ്കിൽ എൻ്റെ മകനും ഞാനും അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ അല്പം പ്രാകൃതനാണ്. നിങ്ങൾ പുരോഗമനവാദികളാണെങ്കിൽ ഞാൻ അല്പം പ്രാകൃതനാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾക്കിടയിലാണ് മലയാളികൾ ഉള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? രണ്ടും രണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് RSSൻ്റെ അപകടകരമായ രാഷ്ട്രീയമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. അതൊരു മതേതര രാഷ്ട്രമല്ല സംഘപരിവാർ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ മതേതരത്വം, സോഷ്യലിസം, ഈ രണ്ട് പദങ്ങളും രാഷ്ട്രീയമായി തന്നെ RSSന് എതിരാണ്. അത് കുറേ കൂടി വളരെ വ്യക്തമായി അവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതിന് അടിയന്തരാവസ്ഥയെയാണ് അവർ റെഫർ ചെയ്തത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തതാണ് ഭരണഘടനയിൽ ഇത് രണ്ടും. ഇതാണ് അവരുടെ വാദം. എന്നാൽ അത് തെറ്റാണ്. കൂട്ടിച്ചേർത്തത് അങ്ങനെ ആയിരിക്കാം സാങ്കേതികമായി. ആ രണ്ട് പദങ്ങളും രൂപം കൊണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. കോഴിക്കോട്ട് അബുവും ചാത്തുക്കുട്ടിയുമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പൊരുതി മരിച്ച മനുഷ്യരിൽ ഹിന്ദുവും മുസ്ലിമും ഉണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഭഗത് സിംഗിന് ശേഷം അതിൽ പകരം ചെയ്യാൻ വേണ്ടി ജനറൽ ഡയറിനെ തേടിപ്പോയ സർദാർ ഉദ്ധം, ബ്രിട്ടീഷ് പോലീസ് പിടിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാക്കി മാറ്റണമെന്നായിരുന്നു. INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ തൂക്കിലേറ്റപ്പെടുന്നതിന് തൊട്ട് മുമ്പ് 4 പേരെയാണ് തൂക്കിലേറ്റത്. ഭൗജാ സിംഗ്, ബർദാൻ, അനന്തൻ നായർ, വക്കം അബ്ദുൽ ഖാദർ. അതിൽ ഭൗജാ സിംഗിനെയും അനന്തൻ നായരെയും ഒരുമിച്ചും ബർദാനെ അതോടൊപ്പം തന്നെ വക്കം അബ്ദുൽ ഖാദറിനെ ഒരുമിച്ചായിരുന്നു തൂക്കിലേറ്റാൻ നിശ്ചയിച്ചിരുന്നത്. വക്കം അബ്ദുൽ ഖാദർ ആദ്യമായി സെൻറ്റ് ജോർജ് ഫോർട്ടിൽ ചെന്നൈയിൽ മദ്രാസ് സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് മാറ്റി എഴുതണം, നിങ്ങൾ എൻ്റെ പേര് ലിസ്റ്റ് മാറ്റി എഴുതണം, എന്നെയും എൻ്റെ ചങ്ങാതി അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റണം. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടീഷ് പോലീസിനോട് പറയുന്നുണ്ട്, ഒരു ഹിന്ദുവും മുസ്ലിമും ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി മരിച്ചു ഒരുമിച്ച് എന്ന് നാളെയുടെ ചരിത്രം എഴുതട്ടെ എന്നാണ്. മാറ്റി എഴുതി എന്നതാണ് ചരിത്രം. അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നാൽ ഡിവൈഡ് ആൻഡ് റൂളിനെതിരായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കൂടിയായിരുന്നു. അങ്ങനെയാണ് സെക്കുലർ എന്ന പദം വരുന്നത്. ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ് പരിശോധിച്ചാൽ മതരാഷ്ട്രമായി രൂപപ്പെടുത്തണമോ സെക്കുലർ റിപ്പബ്ലിക്കുമായി രൂപപ്പെടുത്തണമോ എന്നുള്ള ചർച്ചകൾ പലതരത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷേ ഒരാശങ്കയും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ മതേതര റിപ്പബ്ലിക്കായി ഇന്ത്യ രൂപപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ എസൻസ് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പും അത് തന്നെയാണ്. പ്ലൂറലിസമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ബഹുസ്വരതയാണ്. ആ ബഹുസ്വരതയ്ക്കെതിരെ ഒരു ഏകശിലാത്മകമായ ഇന്ത്യൻ രാഷ്ട്രം പണിതുയർത്തണം എന്നതാണ് സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ മോട്ടോ. അതാണ് ഇപ്പോൾ RSS നേതാവിൽ നിന്ന് പുറത്തു വന്നത്. മറ്റേതെന്ന് പറഞ്ഞത് മുജാഹിദ് വിസ്ഡം വിഭാഗം നേതാവിൽ നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം അത് മോഡേണിറ്റിക്കെതിരായ, ആധുനികതയ്ക്കെതിരായ ഒരു തിരിഞ്ഞു നിൽപ്പാണ്. ആധുനികതയ്ക്കെതിരെ ഇക്കൂട്ടർ ഇപ്പോഴല്ല തിരിഞ്ഞത്, ഇതിനു മുമ്പും തിരിഞ്ഞു നിന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, എത്രയോ സന്ദർഭങ്ങൾ തിരിഞ്ഞു നിന്നു. ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ചരിത്രത്തെയും അവരുടെ തന്നെ ഇന്നലകളെയും ഒന്ന് പഠിക്കണം. 2 പേരുകൾ ഞാനവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്ന് മക്തിത്തങ്ങളും മറ്റൊന്ന് ഹലീമ ബിബിയുമാണ്. ഇംഗ്ലീഷ് ഭാഷ ഇതുപോലെ നിഷിദ്ധമായിരുന്നു ഒരു ഘട്ടത്തിൽ. ചെകുത്താൻ്റെ ഭാഷയായിരുന്നു. ചെകുത്താൻ്റെ എന്നൊക്കെ പറഞ്ഞ് വായിച്ച ഫത്വ എങ്ങനെയായിരുന്നു? നരകത്തിൻ്റെ ഭാഷ എന്നായിരുന്നു. അന്ന് അതിനെതിരെ പൊരുതിയ പരിഷ്കരണവാദിയായിരുന്നു മക്തിത്തങ്ങൾ പറഞ്ഞു, നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് എങ്കിൽ പടച്ചവനാണ് സത്യം, നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. കാരണം അറിയാതെ എങ്ങാണ് ഇനി നരകത്തിൽ പെട്ടുപോയാൽ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കണമെങ്കിൽ ഭാഷ അറിയണമല്ലോ. ഇങ്ങനെ പ്രതികരിച്ചയാളായിരുന്നു, പൊരുതിയാളാണ്. പക്ഷെ ഒറ്റപ്പെട്ടിരുന്നു അദ്ദേഹം. അന്ന് ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് പറഞ്ഞിരുന്നവർ പിന്നെ എന്ത് ചെയ്തു?
അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രവും തിരിഞ്ഞു നോക്കണം. ഇനി തീരുന്നില്ല. ഹലീമ ബിവി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ പത്രാധിപരാണ്. അവരുടെ കീഴിൽ അവരുടെ പ്രസിദ്ധീകരണത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറും അതോടൊപ്പം തന്നെ MDയുടെ എല്ലാം എഴുത്തുകൾ വന്നിട്ടുള്ളത് ചരിത്രമാണ്. അവരെ ഒറ്റപ്പെടുത്തിയെന്ന് മാത്രമല്ല, അവരെ സമുദായത്തിൽ ഭ്രഷ്ട് കൽപ്പിച്ചു ഹലീമ ബിവിയെ. ആ ഹലീമ ബിവി ആധുനിക വിദ്യാഭ്യാസത്തെയും അച്ചടി മാധ്യമത്തിലെയും അവരുടെ രചനയെയും മുന്നിട്ട് പോയതുകൊണ്ടാണ്. നിലമ്പൂർ ആയിഷ നമ്മുടെ മുമ്പിലുണ്ട്, ഓർമ്മയിലുണ്ട്. പോട്ടെ, അതെല്ലാം പോട്ടെ. ഇവരുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ വരുന്ന ഏതിലൂടെയാണ്? ടെലിവിഷനിലൂടെയാണ്. ഈ ടെലിവിഷനെ ഒരു കാലത്ത് എതിർത്തതാണിവർ. ഈ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ പെട്ടിയാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്നില്ലേ? ഈ ടെലിവിഷൻ പാടില്ല, ടെലിവിഷൻ കാണുന്നത് ഹറാമാണ്. ഇനി ഈ ക്യാമറ ഹറാമായിരുന്നല്ലോ, ക്യാമറ ഹറാമാണെന്നുള്ള വാദം ഉണ്ടായിരുന്നു. ക്യാമറ ഹറാമാണെന്ന് മാത്രമല്ല, ഈ ക്യാമറ പള്ളികളിൽ നമ്മുടെ എത്രയോ പേർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് വിലക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണങ്ങളിൽ ഈ ക്യാമറ പിടിച്ചാൽ, ഞങ്ങളുടെ എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ടായിരുന്നു ഏറെക്കാലം. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാലത്ത് നിന്ന് എങ്ങനെ മാറി ആധുനികതയ്ക്കും ഈ ടെക്നോളജി ഇതെല്ലാം വരുന്നൊരു ആധുനികതയുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ആധുനികത, സിനിമ എന്തായിരുന്നു ഒരു കാലത്ത്, പിന്നീട് സിനിമ എടുക്കുന്ന ഒരുപാട് പേർ വന്നില്ലേ? അപ്പോൾ ഇവർ പറഞ്ഞെടുത്തും ഇങ്ങനെയെല്ലാം അന്ന് ഇന്നലകളിൽ പ്രഖ്യാപിച്ചെടുത്തുമല്ല കാലവും ആ സമുദായവും തന്നെ നിന്നത്. ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊരു കാലത്ത് എന്തായിരുന്നു? സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഇന്ന് വലിയ സംഭാവന നൽകുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ. ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥിനികൾ ഉണ്ടാകുന്നു, പ്രതിഭകൾ ഉണ്ടാകുന്നു. ഈ മതവും പുരോഗമന ചിന്തകളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്, ചില ഒത്തുതീർപ്പുകളിൽ എത്തിയിട്ടുണ്ട്. മതം പരിഷ്കരിക്കപ്പെട്ടത് ഈ പുരോഗമന ചിന്തകളുടെ സ്വാധീനത്താലാണ്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ പുരോഗമന ചിന്തകൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്. പുരോഗമന ചിന്താഗതിക്കാരിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരികയും മതം പറയുന്നത് കുറച്ചുകൂടി പ്രാമുഖ്യം നേടുകയും ചെയ്യുന്നുണ്ടോ? അത് വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. സമൂഹം വലതുപക്ഷവൽക്കരിക്കപ്പെടുന്നതിൻ്റെ തെളിവാണത്. അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യം. നമ്മളതിനെ കുറെ കൂടി കാണേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം വരുന്നത്? വീണ്ടും ഇപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന പരിസരം എടുത്താൽ ഇതിനെല്ലാം എതിരായിട്ടുള്ള, ഇത് മാത്രമല്ല ജാതിബോധം, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ, പുനരുത്ഥാന ചിന്തകളെ തിരിച്ചു കൊണ്ടുവരാൻ, നവോത്ഥാന മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ വളരെ സമഗ്രമായൊരു നീക്കം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ നീക്കത്തിന് കുറച്ചൊക്കെ ഫലം കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ്. പക്ഷേ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, അതിനെതിരെ ഒരു റെസിസ്റ്റൻസാണ്. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പോൾ DYFI എന്ന ഓർഗനൈസേഷൻ തന്നെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2016 ശേഷം, അല്ല 2021 ശേഷം, 21 കാലയളവിൽ ഞങ്ങളെടുത്തൊരു ക്യാമ്പയിനുണ്ട്. അത് കേരളത്തിലെ പുരോഗമന സ്വഭാവത്തെ നിലനിർത്താനുള്ള നീണ്ടു നിൽക്കുന്നൊരു പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ ക്യാമ്പയിനുകൾക്ക്, സ്ത്രീധനത്തിനെതിരെ, അതോടൊപ്പം തന്നെ മോറൽ പോലീസിങ്ങിനെതിരെ, ഇത്തരത്തിലുള്ള നവോത്ഥാന ചിന്തകളെ ഇല്ലാതാക്കുന്ന എല്ലാ തരത്തിലുള്ള പുനരുത്ഥാന ചിന്തകൾക്കുമെതിരെ ശക്തമായ ഒരു ക്യാമ്പയിനുകൾ ഏറ്റെടുത്ത് കൊണ്ടുവരണം. അത് തുടർ പ്രക്രിയയായിട്ട് കൊണ്ടുപോകണമെന്ന് DYFI തീരുമാനിച്ചു. നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആവുന്നുണ്ട്. മതപരമായി നമ്മൾ വ്രണപ്പെടുക എന്നൊരു പദപ്രയോഗം ഉണ്ടല്ലോ, മതപരമായി വ്രണപ്പെടുക. അങ്ങനെ വ്രണപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ടോ? അങ്ങനെ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അല്ല, കൂടുന്നുണ്ടോ എന്നുള്ളതാണ്. കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ മാത്രം അതിനെ പറയാൻ കഴിയില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു കണക്കെടുപ്പ് നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടിയിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം പലപ്പോഴും ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ പോലും ഒരു കോംപ്രമൈസിലേക്ക് പോവുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്ന ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഒരു വലിയ മുദ്രാവാക്യമായിരുന്നു. കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രൽ ആവുന്നു, അവിടെ യൂണിഫോം അങ്ങനെ വിതരണം ചെയ്യുന്നു. മലബാറിലൊക്കെ വലിയ തോതിൽ പ്രതിഷേധങ്ങളുണ്ടായി, സ്കൂളുകൾക്ക് മുന്നിൽ പ്രതിഷേധങ്ങളുണ്ടായി. ആ ഒരു മുദ്രാവാക്യത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്ന ഐഡിയയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി. അവിടെ ഒരു കോംപ്രമൈസ് ഈ മതവുമായിട്ട് അങ്ങനെ വ്രണപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണല്ലോ. ഇല്ല, അതില്ല. ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് ചിലതൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതല്ല. അല്ല, ഈ അടിച്ചേൽപ്പിക്കുക എന്നുള്ള പ്രയോഗം അപ്പോഴും ഈ വ്രണപ്പെടുന്നവരെ മുഖവിലക്കെടുത്തുകൊണ്ടാണ്. അല്ല, അതിനെ ഈ സൊസൈറ്റിയെ ഇത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന മാറ്റം, പരിഷ്കരണം, മോഡേണിറ്റി
ഞാൻ ഈ പറഞ്ഞ മേഖലകളിൽ സാധ്യമായ സ്ഥലത്തെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് വന്നത്? ഗ്രാജ്വലായിട്ടാണ് വന്നത്. അതിനുള്ള ക്യാമ്പയിനുകൾ നമ്മൾ ഏറ്റെടുക്കുക, നിരന്തരമായി അത് ഏറ്റെടുക്കുക. ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കുറേയേറെ കാര്യങ്ങൾ അത് ചെയ്യുക. അങ്ങനെ ചെയ്ത് വളരെ ക്രമേണയാണ് ഇതൊരു ജോയിൻറ്റ് പ്രോസസ്സിലൂടെ പോകാൻ പറ്റുള്ളൂ. ഇത് ഒരു വശത്ത് ചെയ്യുമ്പോൾ മറുവശത്താണെങ്കിൽ ഇതിനെതിരായിട്ടുള്ള വലതുപക്ഷവൽക്കരണം വലിയ തോതിൽ നടന്നു വരികയാണ്. അതായത് ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിനെ എതിർത്ത് വരുന്ന സാമുദായിക സംഘടനകളെ അനുകൂലിക്കാൻ മറുപക്ഷത്ത് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിനെയാണ് ഇടതുപക്ഷം ഭയപ്പെടുന്നത്. അങ്ങനെയല്ല. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വലിയ നീക്കം കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്താൽ, ഞാൻ കേരളത്തിൻ്റെ മാത്രം എടുക്കുകയാണ്, കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്താൽ ഒരു വലതുപക്ഷ ഏകീകരണം പെട്ടെന്ന് സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രീതിയുണ്ട്. ലെഫ്റ്റ് ഒറ്റയ്ക്കാണ് അപ്പോഴും ഇപ്പോഴും. അതായത് വളരെ പക്ഷേ ഞാൻ പറയാം, ആ ലെഫ്റ്റിന് മേൽക്കൈയുണ്ട്. ഞാൻ വലതുപക്ഷ ഏകീകരണം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളോ സമുദായ സംഘടനകളോ മാത്രമല്ല, കേരളത്തിലെ മീഡിയ, മാധ്യമങ്ങൾ, വിമോചന സമരം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിനെല്ലാം ചാലകശക്തിയായി പ്രവർത്തിച്ചത് ഏതെങ്കിലും കോൺഗ്രസ് മാത്രമല്ല, ഈ വലതുപക്ഷത്തിൻ്റെ ആകെയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുരോഗമനപരമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തോട് പ്രത്യേകമായി വഴങ്ങിക്കൊടുക്കുകയോ എന്നാൽ ഏതെങ്കിലും ഒരു സമുദായത്തിനെ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല. പരമാവധി ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേരളത്തിലെ ആദ്യ ഗവൺമെൻറ് മുതൽ ഈ ഗവൺമെൻറ് വരെ സ്വീകരിച്ചു വരുന്നത്. പക്ഷെ അപ്പോഴും ചില നിലപാടുകൾ എടുക്കുന്ന ഘട്ടത്തിൽ CPM മതവിരുദ്ധരാണ്, CPM മുസ്ലിം വിരുദ്ധരാണ്, അല്ലെങ്കിൽ CPM ഹിന്ദു വിരുദ്ധരാണ്, അങ്ങനെ ഒരു പ്രചാരണം നടക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്നൊരു ഭയം ഈ പാർട്ടിയെയും ഈ പുരോഗമന പ്രസ്ഥാനങ്ങളെയൊക്കെ ബാധിക്കുന്നില്ലേ? ഇല്ല, ഞങ്ങളെ അങ്ങനെ ബാധിക്കുന്നവരാണോ? ഞങ്ങളങ്ങനെ ബാധിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ പലസ്തീൻ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. ഇതല്ല, ഇലക്ഷന് മുമ്പായാലും ശരി, ഇലക്ഷന് ശേഷമായാലും ശരി. ഒരു കൂട്ടർ പറയുന്നതാണ് ഇലക്ഷന് മുമ്പ് ഇലക്ഷന് വേണ്ടി ഒരു കൂട്ടരെ പ്രകടിപ്പിക്കുന്നു എന്നാണല്ലോ പലസ്തീൻ വിഷയം എടുക്കുമ്പോൾ. അങ്ങനെയാണോ ഞങ്ങൾ എടുക്കുന്നത്? ഇലക്ഷന് ശേഷം എപ്പോഴും എടുക്കുന്നത്? പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രശ്നം ഇലക്ഷന് മുമ്പാകട്ടെ ഇലക്ഷന് ശേഷമാകട്ടെ ഞങ്ങൾ എടുക്കുന്ന നിലപാടെന്താ? പോട്ടെ, വഖഫുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നം, ഞങ്ങൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഞങ്ങൾക്ക് ശരിയായൊരു നിലപാടുണ്ട്. ആ നിലപാടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അത് ഇപ്പോൾ ബംഗ്ലാദേശിലെ അവിടുത്തെ ന്യൂനപക്ഷ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ആക്രമിക്കപ്പെട്ടു സമീപകാലത്താണ്. ഞങ്ങളെടുത്ത നിലപാടെന്താ? ഞങ്ങൾക്കിതിലെല്ലാം തന്നെ വളരെ കൃത്യമായ ക്ലാരിറ്റിയുള്ളൊരു നിലപാടുണ്ട്. ആ ക്ലാരിറ്റിയുള്ള നിലപാട് ഞങ്ങൾ എല്ലാ കാലവും ഉയർത്തിപ്പിടിക്കും. അത് വോട്ടിനെ സ്വാധീനിക്കുമോ എന്നൊന്നും തന്നെ നോക്കി നിൽക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ പൊതുവായ സമീപനം, പിന്നെ എതിർക്കേണ്ടതിനെ തുറന്നു തീർക്കുകയും ചെയ്യും, യോജിക്കാവുന്ന മേഖലകളിൽ തുറന്ന് യോജിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിച്ച വിവിധ സംഘടനകൾ, ആ സംഘടനകളോട് ഇത് വിയോജിക്കേണ്ട മേഖലയാണ്. എന്നാൽ അവരോട് തന്നെ യോജിക്കേണ്ട മേഖലയുണ്ട്. ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട് ഈ നിലപാട് പറഞ്ഞ ചില സംഘടനകളൊക്കെ തന്നെ ഈ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ്, പോപ്പുലർ ഫ്രണ്ടിനെതിരാണ്, അല്ലെങ്കിൽ തീവ്ര വർഗീയ ചിന്താഗതികൾക്കെതിരായ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ അതിൽ യോജിക്കാം. മാത്രമല്ല വിഷയത്തിൽ ഏക സിവിൽ കോഡ് വിഷയത്തിലൊക്കെ ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടുണ്ട്. ഇനിയുമാകാം. പക്ഷേ ഈ ആധുനികതയുടെ കാര്യത്തിലെ ഒരു ഏറ്റുമുട്ടൽ, അവിടെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതെങ്കിൽ ലെഫ്റ്റില്ലാതാകില്ലേ? അത് ഞങ്ങൾ ശക്തമായ പക്ഷെ അപ്പോഴൊരു കോംപ്രമൈസിലേക്ക് പുതിയ കാലഘട്ടം. ഞാൻ വീണ്ടും ചോദിക്കുന്നത്, MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് പാഠപുസ്തകത്തിലൊരു പാഠമുണ്ടായി, മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പാഠം. അതൊരു ഇടതുപക്ഷ നിലപാടായിരുന്നു. അന്നത് പിൻവലിച്ചു. അങ്ങനെ പിൻവലിക്കപ്പെടുന്ന നിലപാടുകളിലേക്ക് പോകുന്നത് അതൊരു പോരായ്മയായിട്ടല്ല ചൂണ്ടിക്കാണിക്കുന്നത്, അതൊരു ദൗർബല്യമായി മാറുന്നുണ്ടോ ഇടതുപക്ഷ പ്രസ്ഥാനം? ഇല്ല, അങ്ങനെയല്ല. ഇപ്പോൾ അതിനൊരു ദൗർബല്യമായിട്ടല്ല കാണേണ്ടത്. ഉയർന്നു വരുന്ന സാഹചര്യത്തെ, മൂർത്തമായ സാഹചര്യങ്ങളെ, രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ മതമില്ലാത്ത ജീവൻ പിൻവലിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അന്ന് വലിയ സമരം അഴിച്ചു വിട്ടത് ലീഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അന്ന് ലീഗുകാരാൽ അനീഷ് എന്ന് പറയുന്നൊരു അധ്യാപകൻ മലപ്പുറത്ത് കൊല ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന സമീപനം പ്രോഗ്രസീവായ അപ്രോച്ചാണ്. ആ പ്രോഗ്രസീവായ അപ്രോച്ചിനെതിരെ ഇവരെല്ലാം കൂടെ ഒരുമിക്കുകയും രാഷ്ട്രീയമായി അത് ഒരു രൂപപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിക്കും. ഞങ്ങളിത് വിട്ടുവീഴ്ച ചെയ്യുന്നതല്ല. ഞങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റമില്ല. ഞങ്ങളത് വീണ്ടും പറയുകയും അതിന് പരുവപ്പെടുന്ന വിധം സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കൂടുതൽ വ്യാപൃതരാകുകയും ചെയ്യും. ഇതെല്ലാം സ്വീകരിക്കപ്പെടാൻ കഴിയുന്ന
ഒരു രാഷ്ട്രീയ പരിസരം, സാമൂഹ്യ പരിസരം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാമൂഹ്യ പരിസരം നേരത്തെ ഉണ്ടായിരുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ കവിതകളിലൊക്കെ ആണെങ്കിൽ, ഇപ്പം ചങ്ങമ്പുഴയൊക്കെ ആണെങ്കിൽ, വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കൻ ഉമിനീരും ഈശ്വരേച്ഛയല്ല ആകിലമ്മട്ടുള്ള ഈശ്വരനെയും ചവിട്ടിയിടുക നമ്മൾ എന്ന് അന്ന് ധൈര്യത്തിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഒരു കവിക്ക് ഈശ്വരനെ ചവിട്ടണം എന്ന് പറയാനുള്ള ധൈര്യമില്ല. അത് ശരിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അപ്പോൾ ആ സാമൂഹ്യ പരിസരം മാറി വരുന്നു എന്ന് പറയുന്നത്, അതിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ഇന്നത്തെ കേരളം ആവശ്യപ്പെടുന്ന സമരം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഇടതുപക്ഷ സ്വാധീനമുള്ള കേരളത്തിൽ മതങ്ങളെ ഭയന്ന് പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ, അത് ഏത് മതത്തെയാണെങ്കിലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ കേരളം എങ്ങനെ പുരോഗമിക്കും? ഇല്ല, അങ്ങനെയല്ല. അങ്ങനെ ഈ കീഴടങ്ങാതെ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റുകൾ മാത്രമാണ്. അതാണ് നമ്പർ 1. അല്ല, ഇടതുപക്ഷമാണ് അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുന്ന ആ പ്രസ്ഥാനത്തിന് പോലും പലപ്പോഴും കീഴടങ്ങേണ്ടി വരികയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശബരിമല വിഷയത്തിൽ സർക്കാർ പിന്നോട്ട് പോയി. ഇല്ലല്ല, അത് വേറൊരു സാഹചര്യത്തിലാണ് നിങ്ങളത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ തോതിലുള്ള വലതുപക്ഷവൽക്കരണം രൂപപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് രൂപപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ റിയാലിറ്റിയിൽ കാണണം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാണ്? പോസ്റ്റ് ട്രൂത്ത് എന്നതാണ് കാലഘട്ടം. സത്യാനന്തര കാലമാണ്. നുണകൾ വലിയ വേഗതയിൽ സഞ്ചരിക്കുന്നു, നുണകൾ രൂപപ്പെടുത്തുന്നു, വസ്തുതകൾക്ക് യാതൊരു കാര്യവുമില്ലാതെ വികാരങ്ങൾ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുന്നു. അത് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന പദം നമ്മുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി സംഭാവന ചെയ്ത പദമാണ്. റീസെൻ്റ്ലി ഈ കഴിഞ്ഞ വർഷത്തെ വേർഡ് ഓഫ് ദി ഇയർ ഉണ്ട്. അത് ബ്രെയിൻ റോട്ട് എന്നാണ് പുതിയ പദം ഓക്സ്ഫോർഡ് ഡിക്ഷണറി ബോർഡ് വെച്ചാൽ. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ അഡിക്ഷനാണ്. ഇത് രണ്ടും ചേർത്ത് വയ്ക്കണം. ഈ ടെക്നോളജിയെ ഏറ്റവും അധികം മൊബൈൽ ഡെൻസിറ്റിയുള്ള, വാട്സാപ്പ് ഡെൻസിറ്റിയൊക്കെയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളമെന്നാണ് കരുതുന്നത്. അത്രയേറെ ഉണ്ട്. ഇവിടെയാണ് വരുന്നൊരു പ്രശ്നം. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായി സംഘപരിവാർ കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തെ ഇല്ലാതാക്കാൻ വലിയ നീക്കം നടത്തുന്നു. അത് ഒരു വർഷത്തെ ഫിസിക്കലി നടത്തുന്നു. ഞാനീ പറഞ്ഞതുപോലെ പോസ്റ്റ് ട്രൂത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നടത്തുന്നു. അതൊരു ചെറിയ എഫർട്ടല്ല അവരെടുക്കുന്നത്. പതിറ്റാണ്ടുകളായി RSS ഇത് ചെയ്യുകയാണ്. പുതിയ കാലത്ത് ടെക്നോളജിയുടെയും ഈ പോസ്റ്റ് ട്രൂത്ത് സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ വളരെ ആസൂത്രിതമായി അവർ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ എഫക്റ്റ് ചെയ്യും. അത് കൃത്യമായിട്ട് എഫക്റ്റ് ചെയ്യും. ആ എഫക്റ്റിനെ മറികടക്കുന്നത്, അതിനെതിരെ ചെറുത്തു നിൽക്കുന്നത്, അതിനെ പിടിച്ചു നിൽക്കുന്നത് ലെഫ്റ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ വളരെ സിമ്പിളാണ് ഇതിൻ്റെ കാര്യം. താങ്കൾ ഈ പറയുന്ന ആ പേടിപ്പിക്കുന്ന, അപകടപ്പെടുത്തുന്ന ഈ മാറ്റത്തെക്കുറിച്ചാണ്, ജനിതക മാറ്റത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ ജനിതക മാറ്റം അല്ലേ? അതാണല്ലോ താങ്കൾ സൂചിപ്പിക്കുന്നത്. ആ അന്തരീക്ഷം മാറുന്നതിനെ ചെറുക്കുന്നത് അത് റൈറ്റിൻ്റെ കടന്നുവരവാണ്. അൾട്രാ റൈറ്റ് പൊളിറ്റിക്സ് ഇൻവിസിബിളായി സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്താണ് അതിൻ്റെ പ്രതിവിധി? അവിടെയാണ് ഞങ്ങൾ കേരളീയ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ലെഫ്റ്റാണ് ഓൾട്ടർനേറ്റീവ്. താങ്കൾ പറയുന്നതിൽ അതിൻ്റെ ഒരു മറുവശമുണ്ട്. എന്താണ്? കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം കുറയുന്നു എന്നാണ്. അല്ല, സ്വാധീനം കുറയുന്നൊന്നുമില്ല. ഇടതുപക്ഷത്തിന് സ്വാധീനം വർദ്ധിക്കുകയും അതിൻ്റെ അപ്രമാദിത്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ, അല്ല, ഞാൻ തീർച്ചയായിട്ടും ഞങ്ങളത് കാണുന്നുണ്ട്. ഇടതുപക്ഷം ഞങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർഭരണം അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളൊരാളായ സഖാവ് SRPയുടെ ദേശാഭിമാനിയിലെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് ഇനി എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ അല്ലെങ്കിൽ CPIMൻ്റെ രാഷ്ട്രീയ പരിപാടി, പ്രധാനമായും ഫോക്കസ് എവിടെയായിരിക്കണം? അതിൽ അദ്ദേഹം 3-4 ലേഖനത്തിൽ ഊന്നുന്ന കാര്യം വലതുപക്ഷവൽക്കരണത്തിനെതിരായ നിരന്തരമായ സമരം എന്നതാണ്. CPM ഇത് കാണാത്ത പാർട്ടിയല്ല, ഞങ്ങളതിനെ അഡ്രസ്സ് ചെയ്യാത്ത പാർട്ടിയല്ല. ഈ പ്രചണ്ഡമായ ഈ വലതുപക്ഷത്തിൻ്റെ കടന്നുവരവിനെ, നവോത്ഥാനത്തെ ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ അതിശക്തമായി ചെറുത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ നിരന്തരമായ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇടതുപക്ഷത്തെ മൈനസ് ചെയ്തുകൊണ്ട് ഈ കേരളത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇടതുപക്ഷമില്ലാത്ത കേരളമാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത്. 2014 ശേഷമുള്ള RSS നയിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഞാനീ പറയുന്ന പുനരുത്ഥാന ചിന്തകളെല്ലാമുള്ള ഇങ്ങനെ കടന്നുവരാണ്. പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലത്ത് നുണകൾ, എന്തെല്ലാം നുണകൾ, അതിനെയെല്ലാം ചെറുത്തു നിൽക്കാൻ ശക്തമായൊരു രാഷ്ട്രീയ ശക്തിയായി കേരളത്തിലെ ഇടതുപക്ഷം ഉണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ ആ അപകടത്തെ തിരിച്ചറിയുകയും അത് പരസ്യമായി പറയുകയും ഞങ്ങൾ അതിന് കോപ്പ് കൂട്ടുകയും ചെയ്ത് ഞങ്ങൾ കളത്തിലിറങ്ങി ഇതെല്ലാം ചെയ്തിട്ടാണ്
ഇത്രയും എങ്കിൽ ഞങ്ങളെ മൈനസ് ചെയ്തിട്ട് ഞാൻ വിനീതമായി ചോദിക്കുന്നു, കോൺഗ്രസ് കൂട്ടിയാൽ കൂടുമോ ഇത്? അവിടെയാണ് കേരളത്തിലെ സെക്കുലർ മനസ്സുള്ള മനുഷ്യർ ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കേണ്ടത് ഇടതുപക്ഷത്തിന് വേണ്ടി. ഇടതുപക്ഷം കേരളത്തിൽ എന്തുകൊണ്ടുണ്ടാകണം? അത് ഇടതുപക്ഷത്തിന് മാത്രമേ, ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിന് മാത്രമേ ഈ വലതുപക്ഷ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കാൻ കഴിയുള്ളൂ. അതായത് ഇത്തരം തെറ്റായ ചിന്തകൾ, ഒരു യുക്തിബോധവുമില്ലാത്ത കാര്യങ്ങൾ കടന്നു വരല്ലേ. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു അതിന് വലിയ സ്വാധീനമുണ്ടാകുന്നല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ മാത്രം നമ്മളതിനെ കാണേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പുതിയ കാലത്ത് രൂപപ്പെട്ട് വരുന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട അഖിൽ പി ധർമ്മജൻ്റെ പുസ്തകം, ഞാൻ 2 പുസ്തകങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിമ്ന വിജയുടെ പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, ഏറെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പുസ്തകമാണ്. രണ്ടാമതൊരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. ഈ 2 പുസ്തകത്തിൻ്റെയും ഒരു കോർ എന്താണ്? മീൻസ് 2 പുസ്തകങ്ങളും കടന്നു പോകുന്നത് ഈ വലതുപക്ഷ രാഷ്ട്രീയ ബോധത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നല്ല. അത് ഉറക്കെ പറയുന്നത്, ഇപ്പോൾ അതിൽ പറയും ജെൻഡർ ഇക്വാളിറ്റി മാത്രമല്ല, ഒരു പെണ്ണിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഗംഭീരമായ പോർട്രേറ്റാണ് അഖിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദിയിൽ. അത് ജനമേറ്റെടുത്തു. മല്ലി എന്ന് പറയുന്നതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ തെരുവുകളിൽ ദുരിതമനുഭവിക്കുന്ന, വേട്ടയാടപ്പെടുന്ന, പിച്ചി ചിന്തപ്പെടുന്ന ഒരു ട്രാൻസാണ്. അതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറായി മാറുന്ന ആ ട്രാൻസായ മല്ലിയെ ചേർത്തു നിർത്തുന്ന റാമാണ് അതിൻ്റെ കോർ. അത് സ്വീകരിക്കപ്പെട്ട കേരളീയ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നമ്മുടെ ഈ സുംബ ഡാൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ഈ കാലത്ത് ആധുനികതയുടെ ആഘോഷമാണ് ആ പുസ്തകം എന്ന് ഞാൻ പറയും. പക്ഷെ അതൊക്കെ ഒരു വായനയുടെയോ സാഹിത്യത്തിൻ്റെയോ കാൽപ്പനികതയുടെ ഒരു ലോകത്ത് മാത്രമാണ്. ഇവിടെ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തേക്ക് വരുമ്പോഴേ സാധാരണക്കാർക്കിടയിൽ ഉയർന്നു കേൾക്കുന്നത് ഈ മതത്തിൻ്റെ ശബ്ദം അല്ല. അത് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അവർ ചെയ്യുന്നതാണ്. ഇത് അവർ ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അവർ പ്രചണ്ഡമായി ചെയ്യുകയും സംഘപരിവാറിന് നന്നായിട്ടറിയാം കേരളത്തിൽ അവർക്ക് പിടിമുറുക്കണമെങ്കിൽ കേരളത്തിലെ പുരോഗമന സ്വഭാവത്തെ, പ്രോഗ്രസീവ് എക്കോസിസ്റ്റത്തെ തകർക്കണം, അതിനെ ബുൾഡോസ് ചെയ്യണം. അത് നന്നായിട്ട് അവർക്കറിയാം. അതിനുള്ള പണി അവരെടുക്കുകയാണല്ലോ, അത് പ്രചണ്ഡമായി എടുക്കുകയാണല്ലോ. ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഡ്രോബാക്ക് ഈ പുരോഗമനപരമായ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് മതങ്ങൾ ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ഇടതുപക്ഷം കൊണ്ടുവരുന്ന പുരോഗമന ചിന്തകൾ മതവിരുദ്ധമാണ് എന്നും അത് മതനിരാസത്തിലേക്ക് പോകുമെന്നൊരു പ്രചരണമുണ്ട്. അപ്പോൾ ഈ മതനിരാസവും പുരോഗമനവും തമ്മിലുള്ള ഒരു നേർത്ത ഒരു അതിർത്തി ഉണ്ടല്ലോ, അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ? അതെ. അല്ല, പുരോഗമന ഇന്ത്യയിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഏതെങ്കിലും പള്ളി തകർത്തിട്ടുണ്ടോ? 33 വർഷം അധികാരത്തിലിരുന്നു ഞങ്ങൾ. പള്ളി തകർത്തിട്ടില്ല, പക്ഷേ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം എന്ന് പാടുമ്പോൾ അതൊരു ഇടതുപക്ഷ നെറേറ്റീവുള്ള പാട്ടാണ്. ആ പാട്ട് ഇടതുപക്ഷം ഉയർന്നു പാടുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. പള്ളിക്കൂടം വേണമെന്നുള്ള ആശയമുണ്ട്, പള്ളി വേണ്ട എന്ന് പറയുന്നൊരു ആശയം കൂടി. ആരാധനാലയങ്ങളല്ല ഇനി പണിയേണ്ടത് ഇതുപോലുള്ള ഗ്രന്ഥശാലകളാണെന്ന് കുളത്തൂരിലെ ശ്രീനാരായണ ഗ്രന്ഥശാലയിൽ എന്ന് പറഞ്ഞയാൾ ശ്രീനാരായണ ഗുരുവാണ്. നവോത്ഥാനത്തിൻ്റെ ശബ്ദമാണത്. പുരോഗമനപരമായ ഒരു ശബ്ദമാണത് ഉയർത്തുന്നത്. നിങ്ങളാരും CPIM അതിൻ്റെ പരിപാടിയിൽ എവിടെയെങ്കിലും ഒരിടത്ത്, ഞങ്ങളുടെ പ്രതീക്ഷയിൽ, സ്വപ്നങ്ങളിൽ പോലും ഒരിടത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസികളൊക്കെ ക്ഷേത്ര ആചാരങ്ങളെല്ലാം അവസാനിപ്പിക്കും എന്നൊരു കാലത്തെ ഞങ്ങളത് ഫോഴ്സ്ഫുള്ളായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാളായിട്ട് കാണുന്നു. കാലത്തെ വിഭാവനം ചെയ്യുന്നില്ല. അല്ല, അങ്ങനെ വിഭാവനം ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ. എന്താണ്, നമ്മൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും മതവിശ്വാസത്തിനെതിരല്ല CPIM. മതവിശ്വാസികൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ അംഗമായിരിക്കുമ്പോഴും വിശ്വാസത്തെ അവർക്ക് മുറുകെ പിടിക്കാം. ഞങ്ങൾ വിശ്വാസത്തെ, ഇന്നത്തെ ഇന്ത്യയിലെ മൗലികമായ കടമ എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന വിശ്വാസത്തെ പോലും ഹനിക്കപ്പെടുന്നു. ഇഷ്ടമുള്ള വിശ്വാസം, ഇഷ്ടമുള്ള ആചാരം, ഇഷ്ടമുള്ള ആരാധന, ഇഷ്ടമുള്ള വേഷം, ഭക്ഷണം, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലത്ത് അതിനെ സേഫ് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രാഷ്ട്രീയ ദൗത്യമാണ്, രാഷ്ട്രീയ പരിപാടിയിലാണ് CPIM ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളീ പറഞ്ഞത് വലിയ വ്യാപകമായ പ്രചരണമായിരുന്നു. ആ പ്രചരണം കേരളത്തിലെ ഈ വലതുപക്ഷ ശക്തികൾ അഴിച്ചുവിട്ട വ്യാജ പ്രചരണമാണ്. നിങ്ങൾ നോക്കി, ഇതിനകത്ത് വരികൾക്കിടയിൽ വ്യാജ പ്രചരണം അഴിച്ചുവിടാൻ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സുംബ ഡാൻസിൻ്റെ കാര്യത്തിലാണല്ലോ തുടങ്ങിയത്. അല്പവസ്ത്രധാരികളായി, ഇതാണ് ആ നരേഷൻ, ഇതാണ് അല്പവസ്ത്രധാരികളായി
ആണും പെണ്ണും മേനി ഒരുമിച്ച് കാണിക്കുക എന്നൊക്കെ ഒരു പ്രയോഗം ഒരു മേല് കാണിക്കുക, എങ്കിലും അല്പവസ്ത്രം എന്നുള്ളതാണ് അതിൻ്റെ കോർ. അതായത് ഇതാണല്ലോ പറയുന്നത്. അത് വസ്തുതയാണോ? വസ്തുതയല്ല. ഈ വിമോചന സമരകാലത്ത് ഞങ്ങൾക്കെതിരെ ഉയർന്ന മുദ്രാവാക്യങ്ങളും അന്നത്തെ നരേറ്റീവും വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇതേ നമ്പൂതിരിപ്പാട് പള്ളിക്കൂടങ്ങൾ കുരിശെല്ലാം പൊളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവിടെ പൊളിച്ചു ഇവിടെ പൊളിച്ചു, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. അത് വസ്തുതയുമായി യാതൊരു ബന്ധമുള്ളതല്ല. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വരവിനെ തടയുന്നതിന് ഈ വലത് ശക്തികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പ്രചരിപ്പിച്ചതാണ് ഇവർ വന്നാൽ അപകടമാണ്, ഇവർ മതനിരാസത്തിൻ്റെ ആളുകളാണ്. പക്ഷെ കാലം കടന്നപ്പോൾ നാടിന് മനസ്സിലായി ഇവർ മതനിരാസത്തിൻ്റെ ആളുകളല്ല, ഇവരുള്ളത് കൊണ്ടാണ് മതവിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതെന്ന് മനസ്സിലായി. ഞങ്ങളെ മതനിരാസത്തിൻ്റെ ആളുകളെന്ന് വിളിച്ച കോൺഗ്രസിൻ്റെ കാർമ്മികത്വത്തിലാണ് ബാബറി മസ്ജിദ് തകർത്തത്. പിന്നീട് അവിടെ ഒരു ക്ഷേത്രം പണിതപ്പോൾ അതിന് വെള്ളിക്കട്ട കൊടുത്തുവിട്ടതും ഞങ്ങളെ മതനിരാസികൾ എന്ന് വിളിച്ച RSS ആണ്, കോൺഗ്രസ് ആണ്. കേരളത്തിൽ നിന്നുള്ള MLA ഉൾപ്പെടെ അതിന് സംഭാവന കൊടുത്തു. അപ്പോൾ ഇത് സെക്കുലറിസം സംരക്ഷിക്കപ്പെടാൻ ഞങ്ങൾ വേണം. സെക്കുലർ ഇന്ത്യയെ സേഫ് ഗാർഡ് ചെയ്യുക, ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പദ്ധതി. അതിനപ്പുറത്തൊരു രാഷ്ട്രീയ പദ്ധതി ഞങ്ങൾക്കില്ല. ഞങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ ഹിന്ദുവും മുസ്ലിമും എല്ലാവരും ഉണ്ട്. ആ മനുഷ്യരെ ആകെ ചേർത്ത് നിർത്തി വലിയ സമരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോവുക. ഇപ്പോൾ കർഷക സമരം ഇന്ത്യയിൽ ഇടതുപക്ഷം കെട്ടടിച്ചു വിട്ടു. ഇത് വരുന്ന ജൂലൈ മാസം 9 വലിയ തൊഴിലാളി പണിമുടക്കം നടക്കുന്നു. അതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും സിഖൊക്കെ ഉണ്ട്. അപ്പോൾ ദുരിതമനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെ സെപ്റ്റംബർ മാസം 11 DYFI പാർലമെൻറ്റ് മാർച്ച് നടത്തുന്നു. ആ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, വർക്ക് ലൈഫ് ബാലൻസിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഗിഗ് വർക്കേഴ്സ് ഉണ്ട്, അതിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മതഭാഗത്തെയും ചേർത്ത് നിർത്തുന്ന, അവരുടെ ദുരിതങ്ങളെ ഉയർത്തി കാണിക്കുന്ന, അതിന് പരിഹാരം തേടുന്ന രാഷ്ട്രീയ സമരങ്ങളാണ് ഇന്ത്യയിൽ CPIM-ഉം ഞങ്ങളെപ്പോലുള്ള DYFI പോലുള്ള ഓർഗനൈസേഷൻസും എല്ലാം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ പദ്ധതി. മതത്തെ തകർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അജണ്ടയേ അല്ല. അപ്പോഴും മതമൗലികവാദത്തെ എതിർക്കുന്നുണ്ട്. മതമൗലികവാദം അങ്ങേയറ്റം എതിർക്കും. മതം വേറെ, വിശ്വാസവും മതമൗലികവാദവും രണ്ടല്ലേ. മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതാണ് വർഗീയത, അല്ലെങ്കിൽ ഈ പറയുന്നതല്ല. പൊളിറ്റിക്കൽ ഇസ്ലാം ആയാലും ഇപ്പുറത്ത് പൊളിറ്റിക്കൽ ഹിന്ദുത്വം ആയാലും മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കലാണ്. അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കും. അതിന് ആ സമരത്തിൽ വിശ്വാസികളെ ആകെ ചേർത്ത് നിർത്തണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ആധുനികതയ്ക്കെതിരെ നിലപാടെടുക്കുന്ന, ഞങ്ങൾക്ക് അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തുന്ന ഞങ്ങൾ പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവരിൽ മഹാഭൂരിപക്ഷവും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ്. അപ്പോൾ ആ സമരത്തിൽ ഞങ്ങൾ വരെ കൂട്ടുനിർത്തും. ഇതിൽ ഞങ്ങൾ ശക്തമായി വിയോജിപ്പും പറയും. അതിൽ യാതൊരു തർക്കമില്ലല്ലോ. അത് എല്ലാ കാലവും ഞങ്ങൾ പറയുന്നുണ്ട്, ഇപ്പോൾ മാത്രമല്ല.